പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചു. ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപയും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ 1,00,000 രൂപയും മരവിപ്പിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ പണം മരവിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് ഇ ഡി പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് ഈ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച തുക ഈ അനന്തു കൃഷ്ണൻ ആർക്കൊക്കെ നൽകി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെയാണോ അന്വേഷണ പരിധിയിൽ വരുന്നത് അവരുടെ അക്കൗണ്ടുകളിലുള്ള പണം ഈ കേസ് തീരുന്നത് വരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ അന്വേഷണം അവസാനിക്കുന്നത് വരെയോ മരവിപ്പിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ്. ഒരു പക്ഷേ ഈ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഈ കുറ്റകൃത്യത്തിലൂടെ കിട്ടിയതാകാം എന്നുള്ള അനുമാനത്തിലാണ് സാധാരണ ഇ ഡി ഇത്തരം നടപടി ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഉണ്ടായതെന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇ ഡിയുടെ ഒരു പ്രസ് റിലീസ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മരവിപ്പിക്കൽ നടപടി ഉണ്ടാകുമ്പോൾ വരേണ്ടതാണ്. അതിന് കുറച്ച് സമയമെടുത്തായാലും അവരത് പുറത്തുവിടുകയും ചെയ്യും. കിട്ടുന്ന വിവരമനുസരിച്ച് വിവിധ അക്കൗണ്ടുകളിലെ പണം ഇ ഡി മരവിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപ നിലവിലിപ്പോൾ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. ജനസേവാ സമിതിയുടെ അക്കൗണ്ടിലെ 1,69,00,000 രൂപ ഇ ഡി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1,00,000 രൂപ ഇപ്പോൾ മരവിപ്പിച്ചു എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട്. പക്ഷേ ലാലി വിൻസെന്റ് നേരത്തെ പറഞ്ഞത് തന്റെ അക്കൗണ്ടിൽ കിടന്ന തുക മരവിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ രീതിയിലാണ് അക്കൗണ്ടിലെ തുകകൾ മരവിപ്പിച്ചു എന്നുള്ള വിവരം വരുന്നത്. അതൊരു സ്വാഭാവിക നടപടിയാണ്. ഒരുപക്ഷെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ള രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത്. ഇ ഡിയുടെ തന്നെ ഒരു റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇ ഡി അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.